ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സ്വർഗം അനന്തരമെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപജീവനം എന്നുള്ളത് മനുഷ്യന്റെ ജീവിത ലക്ഷ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വിദ്യാഭ്യാസം ചെയ്യുന്നതും ജീവിതത്തിന്റെ പ്രധാന ഒരു സമയത്തെ നിരന്തരമായ അന്വേഷണവും പിന്നീട് അങ്ങോട്ട് ഒരു ഉപജീവന മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നടത്തുന്ന കഠിനാധ്വാനങ്ങളുമെല്ലാം ഒരു വേള രണ്ടറ്റം മുട്ടിക്കാൻ, അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ, സ്വപ്നങ്ങളെ പൂവണിയിക്കാൻ, ആ നിലക്ക് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നിർവഹിച്ചു പോകാനൊക്കെയായി അധ്വാനിക്കുന്നു, പ്രയത്നിക്കുന്നു. ഉപജീവനം കണ്ടെത്തുന്നതിന് വേണ്ടി നിരന്തരമായ അന്വേഷണങ്ങൾ നടത്തുന്നു. ജീവിതത്തിലെ ഒരു പ്രധാന മേഖല, പ്രധാന ഭാഗം, ആയുസ്സിന്റെ ഒരു പ്രധാന സമയം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിലാണ് ചെലവഴിക്കപ്പെടുന്നത്. ഒരു വേള ഒരു പകൽ മുഴുവൻ, ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ ഒരുപക്ഷെ വീട്ടുകാരെ വിട്ട്, കുടുംബങ്ങളെ വിട്ട്, നാട്ടുകാരെ വർഷങ്ങൾ പിരിഞ്ഞു നിന്ന് എല്ലാം വലിയ ത്യാഗം മനുഷ്യൻ സമർപ്പിക്കുന്നത് തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കണം എന്നതാണ്. ഹറാമായ ഒരു നാണയത്തൊട്ട് പോലും നമ്മുടെ സമ്പാദ്യങ്ങളിലേക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നോക്കൂ, കഅബാലയത്തിന് കേടുപാടുകൾ സംഭവിച്ച് ഇടയ്ക്കപ്പുറം ഉണ്ടായ വെള്ളപ്പൊക്കവും തീപിടുത്തവും ഒക്കെ കാരണം കഅബാലയം പുനർനിർമ്മിക്കാൻ ഖുറൈശികൾ തീരുമാനമെടുക്കുന്നുണ്ട്. പ്രവാചകന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി തുടങ്ങുന്നതിന് മുമ്പാണത്. പ്രവാചകന്റെ ഒരു യുവത്വ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. അവരെല്ലാവരും കൂടെ കഅബ പുനർനിർമ്മിക്കണം. അതിന് അവർ തീരുമാനിച്ചത് നമ്മുടെ കൈകളിലുള്ള ഹറാമല്ലാത്ത സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് കഅബ പുനർനിർമ്മിക്കാമെന്നാണ്. ആരാണ് പറയുന്നത്?
നമ്മൾ ജാഹിലിയത്തിൽ അറബികൾ എന്ന് പറയുന്നുണ്ടല്ലോ, ആ കൂട്ടരാണ് തീരുമാനിക്കുന്നത്. കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നവർ, ലഹരിക്കടിമപ്പെട്ടിരുന്നവർ, ലൈംഗിക അരാജകത്വത്തിൽ കഴിഞ്ഞിരുന്നവർ, ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്നവർ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ തീരുമാനിക്കാൻ. ഇപ്പോ കഅബാലയം കാണുമ്പോൾ അറിയാം, കഅബയുടെ പൂർണ്ണരൂപം ഹിജർ ഇസ്മായിൽ പുറത്താണ്. കഅബ എന്ന് പറഞ്ഞ ചതുരാകൃതിയിലല്ല, അതിന്റെ പുറത്തുള്ള ഹിജർ ഇസ്മായിൽ ഒരച്ചുമർ അർദ്ധവൃത്താകൃതിയിൽ കാണാം. അതും കൂടി ഉൾപ്പെടുന്നതാണ് കഅബാലയം. ഇബ്രാഹിം നബി ഉണ്ടാക്കിയ കഅബ അതായിരുന്നു. എങ്ങനെയാണ് ആ ഭാഗം പൂർത്തിയാക്കാതെ പുറത്തു നിന്നത്? അന്ന് മക്കക്കാർ കഅബ ഉണ്ടാക്കിയപ്പോ അവർ ഹലാലായ പണം മാത്രം, പലിശയില്ലാത്ത, കവർച്ച ചെയ്തതല്ലാത്ത, മോഷണം നടത്തിയതല്ലാത്ത, തെറ്റായ വഴിയിലൂടെ സമ്പാദിച്ചതല്ലാത്ത സമ്പത്ത് ശേഖരിച്ചപ്പോൾ മുഴുവൻ ഉണ്ടാക്കാൻ അവരുടെ പൈസ തികഞ്ഞില്ല. അങ്ങനെയാണ് കഅബയുടെ ഒരു ഭാഗം പുറത്തു നിർത്തി ബാക്കി ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചത്. കഅബ ഉണ്ടാക്കാൻ അവർ നിലവിലുള്ളത് പൊളിച്ചു മാറ്റണം. അവർക്ക് ഭയമായിരുന്നു. മുഗൈറ അതിന്റെ മുകളിൽ കയറി ഒരു കല്ലെടുത്തു മാറ്റി അടുത്ത പകൽ മുഴുവൻ, രാത്രി മുഴുവൻ അവർ കാത്തിരുന്നു. കഅബയുടെ ഒന്നാമത്തെ കല്ലിളക്കി ആൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നറിയാം. അടുത്ത ദിവസമാണ് പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവർ കഅബ പൊളിച്ചു മാറ്റി പുതിയ കഅബ നിർമ്മിക്കാൻ തുടങ്ങിയത്. ജിദ്ദയുടെ തുറമുഖത്ത് അടിഞ്ഞു ചേർന്ന ഏതോ കപ്പലിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അതിന്റെ മേൽക്കൂര മരങ്ങൾ കൊണ്ടവർ ഉണ്ടാക്കിയത്. അത് വേറൊരു കഥയാണ്, വേറൊരു ചരിത്രമാണ്. ഞാൻ പറയുന്നത്, അവർ നന്മയിൽ വിനിയോഗിക്കാൻ അവരുടെ സമ്പത്ത് നല്ലതായിരിക്കണമെന്ന ഒരു ചിന്തയുണ്ടല്ലോ, ആ ചിന്തയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മുടെ എല്ലാ കാര്യത്തിലും അതിനേക്കാൾ ഉയർന്ന, അവർ മുശ്രിക്കുകളാണ്, അവർ അവിശ്വാസികളാണ്, അവർ പ്രവാചകനെ കല്ലെറിഞ്ഞവരാണ്. അവരിൽ വലിയൊരു വിഭാഗം ആളുകൾ നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ ഖുർആനിന്റെ അഹ്ലുകാരാണ്. നമ്മൾ ജീവിതത്തിൽ ഹറാം വരാൻ, കടന്നു വരാൻ പാടില്ലെന്ന് ചിന്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നമ്മുടെ സമ്പാദ്യം എങ്ങനെയും അത് സംശുദ്ധമായിരിക്കണമെന്ന ഉറച്ച തീരുമാനം, നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. സൂറ അൽ ബഖറയിലെ 188-ാമത്തെ ആയത്താണ് തുടക്കത്തിൽ ഓതി വെച്ചത്. നിങ്ങൾ ഒരിക്കലും അന്യായമായ സമ്പത്ത് തിന്നരുത്, ഒരിക്കലും നിങ്ങൾ അന്യായമായ സമ്പത്ത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ കണിശമായി നമ്മളെ പഠിപ്പിക്കുന്നു. ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോ, ഹദീസുകളിലൂടെ കടന്നു പോകുമ്പോ ഈ ആശയങ്ങൾ പഠിപ്പിക്കുന്ന എത്രയോ ഖുർആനിക വചനങ്ങളും പ്രവാചകന്റെ ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ആളുകൾ ഒരു കാഴ്ചപ്പാട്, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി, എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്നു പോയാൽ മതി. അത് നേരായ വഴിയിലൂടെയാണോ, ശരിയല്ലാത്ത മാർഗത്തിലൂടെയാണോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ വഴിയും ശരിയല്ലാത്ത വഴിയും ഏതാണ്? അള്ളാഹു ഹലാലാക്കിയതും ഹറാമാക്കിയതുമാണ്. ഹലാലായ വഴിയിലൂടെയാണോ എന്റെ സമ്പാദ്യം എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല. നമ്മളെ പൊതുവിൽ സമൂഹത്തെ നിരീക്ഷിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാം ഏറെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച മാർഗങ്ങളെപ്പോലും അനുവദനീയമാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ആളുകൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പലിശയാണ്. പലിശ എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അള്ളാഹു നിരോധിച്ച സംഗതിയാണ്. അള്ളാഹു കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കി തന്നു, അള്ളാഹു പലിശ നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. 7 വൻപാപങ്ങളെ എണ്ണിപ്പറഞ്ഞു, ശിർക്ക് പറഞ്ഞ്, സിഹർ പറഞ്ഞ്, മനുഷ്യവധം പറഞ്ഞ്, അനാഥകളുടെ സമ്പത്ത് അന്യായമായി കവർന്നെടുക്കുന്നത് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണിയ സംഗതിയാണ് അക്ലുർ റിബ, പലിശ തിന്നുക എന്നത്. പലിശ എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. പ്രവാചകന്റെ ഹദീസ് കാണാം, അർ-റിബ 72 ബാബ. വിവിധങ്ങളായ രൂപത്തിൽ ഈ ഹദീസ് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലിശയ്ക്ക് 72 വാതിലുകളുണ്ട്. വേറെ ഹദീസിൽ 73 ബാബൻ, പലിശയ്ക്ക് 73 വാതിലുകളുണ്ട്, കവാടങ്ങളുണ്ട്. അതിനാഹ, അതിലെ ഏറ്റവും താഴെയുള്ളത് മിസ്ലു ഇത്യാനിർ റജ്ലി ഉമ്മഹു, ഒരു മനുഷ്യൻ തന്റെ ശാരീരികമായ ലൈംഗിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സ്വന്തം മാതാവിനെ സമീപിക്കുന്നതിന് തുല്യമാണ്. പലിശ 72 ഇനമാണെങ്കിൽ അതിന്റെ ഏറ്റവും താഴെയുള്ളത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, അതിന്റെ ഗൗരവത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത്രമേൽ ഗൗരവമുള്ള സംഗതിയാണ്.
നമ്മുടെ ഇടപാടുകളിൽ. അതുകൊണ്ട് തന്നെ പലിശ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആളുകളെ സംബന്ധിച്ചിടത്തോളം പലിശ എന്ന് പറഞ്ഞാൽ ഈ വട്ടിപ്പലിശ, അഥവാ പലപ്പോഴും ആളുകൾ പണം 10,000 കൊടുക്കുന്നു, 11,000 തിരിച്ചു വാങ്ങുന്നു, 10 ലക്ഷം കൊടുക്കുന്നു, 12 ലക്ഷം തിരിച്ചു വാങ്ങുന്നു. ഇതിനെയാണ് ആളുകൾ പൊതുവിൽ പലിശയായി കാണാറുള്ളത്. അതാണ് പലിശ. എന്നാൽ അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കച്ചവടം ചെയ്യുന്ന ആളുകൾ, കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആളുകൾ, വീട് വെക്കുന്ന ആളുകൾ, വാഹനം വാങ്ങുന്ന ആളുകൾ, ഇവിടെയെല്ലാം പലിശ കടന്നു വരുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു പണം അങ്ങോട്ട് മുടക്കുകയും അതിനേക്കാൾ കൂടുതൽ പണമോ ഉപകാരമോ സ്വീകരിക്കുകയും ചെയ്യുന്നത് പലിശയാണ്. അത് സ്വീകരിക്കുന്നതും തെറ്റാണ്, കൊടുക്കുന്നതും തെറ്റാണ്. പലിശ തിന്നുന്നവനെയും അത് തീറ്റിപ്പിക്കുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. എല്ലാവരും ഈ കാര്യത്തിൽ തുല്യരാണ്. പലിശ വാങ്ങുന്നവൻ മാത്രമല്ല മോശക്കാരൻ, കൊടുക്കുന്നവനും കുറ്റക്കാരനാണ് എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. ആ ഇടപാട് ഒരിക്കലും ഒരു വിശ്വാസിക്ക് അനുയോജ്യമല്ല. ലോകത്ത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നത് പലപ്പോഴും പലിശയാണ്. പാവപ്പെട്ടവൻ കൂടുതൽ ദരിദ്രനായി തീരുകയും സമ്പന്നന്മാർ കൂടുതൽ സമ്പന്നന്മാരാവുകയും ചെയ്യുന്ന ലോകത്തെ സാമ്പത്തിക ക്രമം അങ്ങനെ രൂപപ്പെട്ടു വരാനുള്ള കാരണം പലിശയാണ്. നമുക്കറിയാം, ഏകദേശം ഒരു 10-20 കൊല്ലത്തിനിടയ്ക്ക് ലോകത്തുണ്ടായ വലിയ സാമ്പത്തിക ക്രൈസിസ്, വലിയ സാമ്പത്തിക പ്രതിസന്ധി, അതിന്റെ കാരണങ്ങൾ സാമ്പത്തിക വിദഗ്ധർ അവലോകനം ചെയ്ത് അവസാനം എത്തിപ്പെട്ടത് പലിശയെ സംബന്ധിച്ചാണ്. കേരള നിയമസഭയിൽ കഴിഞ്ഞ ഗവൺമെന്റിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇസ്ലാമിക് ബാങ്കിംഗ് കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ചർച്ച കൊണ്ടുവന്നു. മൈക്രോ ഫിനാൻസിംഗുമായി ബന്ധപ്പെട്ട് ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അഥവാ ഇസ്ലാം പഠിപ്പിക്കുന്ന പലിശരഹിതമായ സാമ്പത്തിക സംവിധാനങ്ങൾ എത്ര കണ്ട് മനുഷ്യ സമൂഹത്തിന് ഗുണകരമാണ് എന്ന് മതത്തിൽ വിശ്വസിക്കാത്ത, മതത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളുടെ നാവുകളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വീട് വാങ്ങാൻ 15, 20, 25, 30, 40, 50 ലക്ഷം രൂപ ലോൺ എടുക്കുമ്പോ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത് അതിന്റെ എത്രയോ അധികം പണമാണ്. അത് പലിശയുടെ ഗണത്തിലാണ്. വാങ്ങാനും പാടില്ല, കൊടുക്കാനും പാടില്ല. വാഹനം വാങ്ങുന്ന മഹാഭൂരിഭാഗം ആളുകളും പലിശ ഇനത്തിലാണ് വാഹനങ്ങൾ വാങ്ങിക്കുന്നത്. പലിശ ഉപയോഗിച്ചാണ് വാഹനങ്ങൾ വാങ്ങിക്കുന്നത്. ആളുകൾ ചിന്തിക്കാറുള്ളത് ഇതൊക്കെ പ്രായോഗികമായി നടപ്പിലാവുമോ എന്ന. അല്ലെ, ഒരു ഫോൺ വാങ്ങണമെങ്കിൽ, ഒരു ചെറിയ ഇലക്ട്രോണിക് ഡിവൈസ് വാങ്ങണമെങ്കിൽ EMI ആണ് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നത്. EMI പലിശയാണോ? അല്ലെ, ഇൻസ്റ്റാൾമെന്റ് പലിശയല്ല. ഇൻസ്റ്റാൾമെന്റ് ഒരു സാധനം വാങ്ങുമ്പോ തവണകളായി അതിന് പണം കൊടുക്കുന്നത് പലിശയല്ല. എന്നാൽ കാലം ദീർഘിക്കുമ്പോ അധികമായി പണം തരണമെന്ന ഒരു കണ്ടീഷൻ വെച്ചാൽ അതിന് പലിശയായിട്ടാണ് മതം പഠിപ്പിച്ചത്. 10 മാസം കൊണ്ട് 10,000 രൂപ അടച്ചു തീർക്കണം. 10 തെറ്റ് 11 ആയാൽ 10,000 ഉള്ളത് 100 രൂപ കൂടി അധികം തരണമെങ്കിൽ ആ വ്യവസ്ഥ പലിശാധിഷ്ഠിതമാണ്. ആ വ്യവസ്ഥയിൽ ചേരാൻ ഒരു വിശ്വാസിക്ക് അനുവാദമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഞാൻ പറയുന്നത്, വീട് മുതൽ വാഹനം മുതൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഡിവൈസുകൾ, ചെറിയ ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നിടത്ത് പോലും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പലിശ കടന്നു വരുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. വിശ്വാസികൾ അതിനെക്കുറിച്ച് ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രായോഗികമാണോ എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഇതൊന്നുമില്ലാണ്ട് എങ്ങനെ വാഹനം വാങ്ങിക്കും, ഇതൊന്നുമില്ലെങ്കിൽ എങ്ങനെ ഫോൺ വാങ്ങിക്കും, ഇതൊന്നുമില്ലെങ്കിൽ എങ്ങനെ വീട് വെക്കുമെന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് അതിനുള്ള പരിഹാരം. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കൂച്ചുവിലങ്ങിടുക എന്നതാണ് അതിന്റെ പരിഹാരം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു. പ്രവാചകൻ മടലിൽ തന്റെ മുന്നിൽ ഒരു ചതുരങ്ങനെ വരച്ചു. എന്നിട്ട് ആ ചതുരത്തിന്റെ ഒരറ്റത്ത് നിന്ന് ഒരു രേഖ വരച്ചു. ഒരു വരങ്ങനെ വരച്ചു വെച്ച ആ ചതുരവും കടന്ന് ചതുരത്തിന്റെ മറ്റേ അറ്റവും കടന്ന് ഇങ്ങനെ ദീർഘമായി കടന്നുപോയി. പ്രവാചകൻ പറഞ്ഞു, ഈ ചതുരം മനുഷ്യന്റെ ആഗ്രഹമാണ്. ഈ വരയുണ്ടല്ലോ, അത് മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെല്ലാം ഒരുമിച്ച് വെച്ചു കൂട്ടിയാൽ സഹോദരങ്ങളെ 60 കൊല്ലം കൊണ്ടോ 100 കൊല്ലം കൊണ്ടോ 200 കൊല്ലം കൊണ്ടോ 500 കൊല്ലം കൊണ്ടോ 1000 വർഷം കൊണ്ടോ തീരാത്ത, ജീവിച്ചാൽ പോലും തീരാത്ത അത്ര ആഗ്രഹം മനുഷ്യനുണ്ടാകും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്.
പക്ഷേ പ്രായോഗികമായി നമ്മൾ ചിന്തിക്കണം, ഇതെന്റെ സാമ്പത്തിക നിലവാരത്തിന് യോജിച്ചതാണോ? ഇതെന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുയോജ്യമായതാണോ? വീട് വെക്കുമ്പോൾ തന്റെ വരുമാനത്തിനനുസരിച്ചുള്ള വീട് വെക്കണം. വാഹനം വാങ്ങുമ്പോൾ തന്റെ ഒരു വരുമാനത്തിനനുസരിച്ചുള്ള വാഹനം വാങ്ങണം. ഫോൺ വാങ്ങുമ്പോൾ തന്റെ കയ്യിലുള്ള പണത്തിനനുസൃതമായ ഫോൺ വാങ്ങണം. ഇത് വലിയ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്നു. എന്നിട്ട് ആ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കാൻ വേണ്ടി ഹലാലല്ലാത്ത ഹറാമായ സാമ്പത്തിക സംവിധാനങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നു. ഇത് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. അല്ലെ, മനുഷ്യൻ എങ്ങനെയാണ്? അയാൾക്ക് സ്വർണത്തിന്റെ 2 താഴ്വരയുണ്ടായാൽ, സ്വർണത്തിന്റെ 2 താഴ്വര ഒരു മനുഷ്യനുണ്ടായാൽ എന്താ സംഭവിക്കുക? എനിക്കൊന്നു മതി എന്നാണോ പറയാ? അല്ല, അവൻ മൂന്നാമതൊന്നുകൂടി ആഗ്രഹിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലിശയുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ഇനവും നമ്മുടെ ഒരു ഇടപാടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓടിയായി ലോണായി അതിനൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന, അതൊന്നുമില്ലാതെ അവിടെ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ മുമ്പ് നമ്മുടെ പെരുന്നാൾ ഖുത്ബയിൽ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. വലിയ ഒരു വ്യവസായിയെ കുറിച്ച്, 4000 കോടിയോളം ആസ്തിയുള്ള ഒരു വ്യവസായിയെ കുറിച്ച്, തന്റെ വളരെ ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്ത് തന്റെ വ്യവസായം ആരംഭിച്ച്, തന്റെ കച്ചവടം ആരംഭിച്ച് അയാൾ ഇന്ന് ഒരു ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന വ്യവസായ ശൃംഖലയുടെ ഉടമയാകുമ്പോ, എന്റെ ജീവിതത്തിൽ 1 രൂപ പോലും ഞാൻ പലിശ ഇടപാട് നടത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ലോകത്ത് അപ്രായോഗികമാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഇത് പ്രായോഗികമാണ്. ഇത് നടപ്പിലാകും. ഇത് നടപ്പിലാക്കുന്നവരുണ്ട്. ലോകത്ത് വിശ്വാസികളായി, നല്ല വിശ്വാസികളായി ജീവിച്ച് 1 രൂപ പോലും, 1 നാണയത്തൊട്ട് പോലും പലിശയുമായി ബന്ധപ്പെടാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. രണ്ടാമത്തെ ഒരു സംഗതി പലപ്പോഴും ആനുകൂല്യങ്ങളാണ്. സാമ്പത്തിക രംഗത്ത് ആളുകളുടെ അശ്രദ്ധ എന്ന് പറയുന്നത് എന്തറിയോ? ഈ അടുത്തൊരു വലിയ ചർച്ച ഉണ്ടായിരുന്നു. കേരളത്തിൽ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ കരസ്ഥമാക്കുന്നവർ, സ്വീകരിക്കുന്നവരിൽ കുറേയധികം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട് എന്ന ഒരു ചർച്ച നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആളുകളെ പിടികൂടി അവർ അതുമായി ബന്ധപ്പെട്ട പല നടപടികളിലേക്കൊക്കെ പോയി. നമുക്ക് വലിയ മാസം വലിയ ശമ്പളം വാങ്ങുന്ന ആളുകൾ പാവപ്പെട്ട ജീവിക്കാൻ വകയില്ലാത്തവന് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ കള്ളരേഖയുണ്ടാക്കി കവർന്നെടുക്കുന്നു. എന്തൊരു ഗതികേടാണിത്! എന്തൊരു മാനസികാവസ്ഥയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമുക്ക് അർഹമായതാണോ? ഗവൺമെന്റ് നൽകുന്ന ഒരു ആനുകൂല്യത്തിന് നമ്മൾ അർഹരായ ആളാണോ? നമ്മളത് എങ്ങനെയായും നേടിയെടുക്കണം. അതിലൊരു തർക്കവുമില്ല. അത് ഏതു തരത്തിലുള്ള ആനുകൂല്യമാണെങ്കിലും ശരി, അത് എങ്ങനെയും നേടിയെടുക്കണം. അതിന് നമ്മൾ പ്രാപ്തരാകണം. അതിന്റെ വഴികളെ നമ്മൾ അന്വേഷിക്കണം. എന്നാൽ തെറ്റായ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി മക്കൾക്ക് സ്കോളർഷിപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നത്, വരുമാനം മറച്ചു വെച്ച് മുൻഗണനാ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ച് റേഷൻ കാർഡുകൾ ആ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്, നമുക്ക് യോഗ്യമല്ലാത്ത, അർഹമല്ലാത്ത പെൻഷനുകൾ സ്വീകരിക്കുന്നത്, ഇതൊന്നും മതം അനുവദിക്കുന്നതല്ല. ഏത് തരത്തിലുള്ള വരുമാനമാണെങ്കിലും മറ്റുള്ളവനെ പറ്റിച്ചുണ്ടാക്കുന്ന, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കുന്ന, സമ്പാദിക്കുന്ന ഒരു സമ്പാദ്യവും അത് നമ്മൾ പറ്റുന്ന അത്തരം ആനുകൂല്യങ്ങളൊന്നും നമുക്ക് അവകാശപ്പെട്ടതല്ലെങ്കിൽ ഹറാമായതാണെങ്കിൽ സഹോദരങ്ങളെ, അതിനെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശദമായി പറയാൻ നമുക്ക് ഒരു ഖുത്ബയിൽ അത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. നമുക്കറിയാം, ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചത്, എല്ലാ പ്രവാചകന്മാരും തൗഹീദ് പ്രബോധനം ചെയ്യാനാണ് കടന്നു വന്നത്. അതാണല്ലോ മനുഷ്യന്റെ പരലോക രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വീഴ്ച സംഭവിച്ച പിന്നെ അവർക്ക് നരകം നിർബന്ധമായി, സ്വർഗം ഹറാമായി. അതുകൊണ്ട് അല്ലാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണേ, മരിച്ചുപോയ മഹാത്മാക്കളെയോ പ്രവാചകന്മാരെയോ നിങ്ങൾ പ്രാർത്ഥിക്കരുതേ എന്ന് പറയാനാണ് ലോകത്തെ എല്ലാ പ്രവാചകന്മാരും കടന്നു വന്നത്. ആദ്യത്തെ റസൂൽ നൂഹ് നബിയാണ്. ആദ്യത്തെ നബി ആദം നബിയാണ്. ആദ്യത്തെ റസൂൽ നൂഹ് നബിയാണ്. നൂഹ് നബി കടന്നു വന്നത് എന്തിനാ? അദ്ദേഹത്തിന് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ പോലെയുള്ള മഹാരഥന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരെ ആരാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടായപ്പോൾ അത് തിരുത്താനാണ് കടന്നു വന്നത്. എന്നാൽ പല പ്രവാചകന്മാരിലും പ്രത്യേകമായ തിന്മകൾ അവരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് ശുഐബ് നബിയുടെ മദിയൻ സമൂഹം.
അവർ ചെയ്തിരുന്ന തെറ്റെന്താ? അവർ കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചിരുന്ന ആളുകളായിരുന്നു. സൂറത്ത് അഅറാഫിലെ 85 മുതലുള്ള ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വഇലാ മദിയന അഖാഹും ശുഐബ, മദിയനുകാരിലേക്ക് അവരുടെ സഹോദരൻ ശുഐബിനെ പ്രവാചകനായി നാം നിയോഗിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, മനുഷ്യരെ, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ആരാധ്യനുമില്ല. ഖദ് ജാഅതുകും ബയ്യിനത്തും മിർ റബ്ബികും ഫഔഫുൽ കൈല വൽ മീസാൻ വല തബ്ഖസുൻ നാസ അശ്യാഅഹും വല തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ അളവും തൂക്കവും പൂർത്തീകരിച്ച് നൽകണം. വല തഖ്ബസുൻ നാസ അശ്യാഅഹും, ജനങ്ങൾക്ക് അവരുടെ വസ്തുക്കളിൽ നിങ്ങൾ നഷ്ടം വരുത്തരുത്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. നോക്കൂ, ഒരു പ്രവാചകന്റെ നിയോഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ലക്ഷ്യം ആ നാട്ടിലെ കച്ചവട സമൂഹം, വ്യാപാര സമൂഹത്തെ സംസ്കരിക്കുക എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോ കുറേയധികം പരിഷ്കരണങ്ങൾ നടത്തി. നബി അവിടെ പള്ളിക്ക് സ്ഥലം കണ്ടെത്തി, ഒരു പള്ളി ഉണ്ടാക്കി, പള്ളിയോട് ചേർന്ന് ഒരു ഖബർസ്ഥാൻ ഉണ്ടാക്കി. നമുക്ക് ഇന്ന് ചിന്തിക്കാൻ കഴിയാത്തതിന്റെ എത്രയോ ഇരട്ടി അല്ലാഹുവിന്റെ റസൂൽ അന്ന് ചിന്തിച്ചിരുന്നു. പ്രവാചകൻ മദീനയോട് ചേർന്ന് ഒരു പട്ടണമുണ്ടാക്കി, ഒരു സൂഖുണ്ടാക്കി. അവിടെ ആളുകൾക്ക് ജോലിയും വ്യാപാരവും ചെയ്ത് ജീവിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കി. ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ ചെയ്തു. എന്താണ് പ്രവാചകൻ അങ്ങാടി ഉണ്ടാക്കാൻ, മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള കാരണം പറഞ്ഞത്? ജൂതന്മാരായിരുന്നു അവിടുത്തെ പ്രധാന കച്ചവടക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു. ഗോതമ്പ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പ്രവാചകൻ വിൽക്കാൻ വെച്ച ഗോതമ്പ് ചാക്കിലേക്ക് തന്റെ വിരലിങ്ങനെ ആഴ്ത്തി ഇളക്കി നോക്കി. മുകളിലുള്ള ഗോതമ്പല്ല, താഴെയുള്ളത്. കള്ളക്കച്ചവടമാണ് നടത്തുന്നത്. ഒന്ന് കാണിച്ചു കൊടുത്ത് ന്യൂനതയുള്ളത് വിൽക്കുകയാണ്, നല്ലത് കാണിച്ചു മോശമായത് വിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു പുതിയ മാർക്കറ്റിന് അവിടെ, ഒരു അങ്ങാടിക്ക് അവിടെ തുടക്കം കുറിക്കുകയാണ്. നോക്കൂ, അത് ഗൗരവമുള്ള സംഗതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഈ ശുഐബ് നബിയുടെ സമൂഹത്തെ കുറിച്ച് പിന്നീട് പറഞ്ഞെന്തറിയോ? ഖാലൽ മലഉൽ ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി ലനുഖ്രിജന്നക യാ ശുഐബ്, ശുഐബേ, നീ തൗഹീദ് പഠിപ്പിച്ചാൽ, നീ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും. എന്താ സംഭവിച്ചത്? അവസാനം സംഭവിച്ചത്? അല്ലാഹു ഭൂമിയെ ഒന്ന് വിറപ്പിച്ചു, ആ സമൂഹം നിലംപതിച്ചു. അല്ലാഹുവിന്റെ ശിക്ഷ അവർക്ക് മേലിറങ്ങി. അത്ര ഗൗരവമുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ കച്ചവടവുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. കച്ചവടം ചെയ്യുന്നവർക്കറിയാം ഇതിലെ നേരേതാണ്, നെറിയേതാണെന്ന്, ഇതിലെ നന്മയേതാണ്, തിന്മയേതാണെന്ന്. ആളുകളെ പറ്റിക്കുന്നത് എവിടെയാണ്, സത്യസന്ധമായ വ്യാപാരം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക എന്നത് തന്നെയാണ് അവിടുത്തെ സൂക്ഷ്മത എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ ഷെയർ, ഇൻവെസ്റ്റ്മെന്റ് വാങ്ങി നടത്തുന്ന കച്ചവടങ്ങളുണ്ട്. ഒരു 5 ലക്ഷം എന്റെ കച്ചവടത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഞാൻ നിനക്ക് മാസം ലാഭം തരാം. എത്ര ലാഭം തരാം? എല്ലാ മാസവും 5000 രൂപ തരാം, എല്ലാ മാസവും 10000 രൂപ തരാം, അല്ലേ? ഒരു നിശ്ചിത തുക മാസം ലാഭമായി കൊടുക്കുക എന്നുള്ളത് ഒരു കച്ചവടത്തിന്റെ ഭാഗമാണോ? കച്ചവടമാകുമ്പോ എല്ലാ മാസവും ഒരേ അളവിലാണോ ലാഭം ഉണ്ടാവുക? അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവൂലേ? പിന്നെ ഇങ്ങനെയാണ് ഒരു നിശ്ചിത തുക മാത്രം ലാഭം തരാമെന്ന് പറഞ്ഞൊരു കച്ചവടം നടത്തുക. നിശ്ചിത ലാഭം നൽകുന്നത് പലിശയാണ്. അത് ഇസ്ലാമികമായ വ്യാപാരമല്ല. കച്ചവടമാകുമ്പോ അതിൽ കുറവ് വരും, കൂടുതലുണ്ടാകും. അത് കണക്ക് നോക്കി ആ കണക്കനുസരിച്ചാണ് ലാഭം കൊടുക്കേണ്ടത്. ഒരാൾ 10 ലക്ഷം രൂപ ഒരു കച്ചവടത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോ ആ കച്ചവടത്തിന്റെ എത്ര ശതമാനം ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് നോക്കണം. എന്നിട്ട് ആകെയുള്ള ലാഭത്തിന്റെ എത്ര ശതമാനം അയാൾക്ക് കൊടുക്കണമെന്ന് പിന്നെ പരിഗണിക്കണം. അതനുസരിച്ച് ആ കണക്ക് നോക്കിയാണ് നൽകേണ്ടത്. അതല്ലാതെ നിശ്ചിത തുക ലാഭമായി നൽകുന്നത് അത് പലിശയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കച്ചവടമല്ല, അത് ലാഭം കൊടുക്കലല്ല. അത് നമ്മുടെ നാട്ടിൽ തമിഴന്മാര് പലരും ഇങ്ങനെ വന്ന ആളുകൾക്ക് പൈസ കൊടുത്ത് അധികം പലിശ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ സാധാരണ വട്ടിപ്പലിശ എന്നൊക്കെ അങ്ങനെ പറയാറുണ്ട്, പലിശക്കാരായ ആളുകൾ. അതിനു സമാനമായ ഇടപാടാണത്. അത് ഇസ്ലാമികമേ അല്ല. ഏറ്റക്കുറച്ചിലുണ്ടാകും, ലാഭത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ഇനി തന്റെ ലാഭവിഹിതത്തിൽ നിന്ന് ഒരൽപ്പം അധികം കൊടുക്കുക എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നീ ലാഭം അയാളുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണോ, അയാൾക്ക് കുറച്ച് കൂടുതലൊക്കെ കൊടുക്കാം. പക്ഷേ ഇവിടെ അതല്ല പലപ്പോഴും നടക്കാറുള്ളത്. നിശ്ചിതമായ തുക കൊടുക്കുന്നത് ശരിയല്ല. ഇനി ആ കച്ചവടം നഷ്ടപ്പെട്ടാലോ, ഈ ഇൻവെസ്റ്റ് ചെയ്യണ ആണെന്താ പറയാ,
ഞാൻ 5 ലക്ഷം തന്നിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ പൈസ തരണം. ഞാൻ ഒരു ദിവസം ഒരാളെ പരിചയപ്പെട്ടു. അയാൾ ഒരു മലയര കച്ചവടക്കാരനായിരുന്നു. അയാൾ പറഞ്ഞു 40 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്. എങ്ങനെ കടം വന്നത്? അയാൾ വാങ്ങിയെടുക്കും പ്രശ്നമുണ്ട്. പക്ഷെ അയാൾ പലരും കച്ചവടത്തിൽ ലാഭം ആഗ്രഹിച്ചുകൊണ്ടവർ പലതവണയായി പണം ഇൻവെസ്റ്റ് ചെയ്തു. കച്ചവടം പൊട്ടിപ്പോയപ്പോ നഷ്ടം വന്നപ്പോ അവർ ആ പൈസ തിരിച്ചു ചോദിക്കുകയാണ്. ലാഭം വരുമ്പോൾ മാത്രമാണോ കച്ചവടത്തിലെ പങ്കാളിത്തം ഉണ്ടാകുന്നത്? ഒരു കച്ചവടത്തിൽ പങ്കുചേർന്നാൽ ആ കച്ചവടം നഷ്ടമാകുമ്പോ പങ്കുചേർന്നവന്റെ കൂടി നഷ്ടമാണ്. ലാഭാണെങ്കിൽ എനിക്ക് പൈസ തരണം, നഷ്ടമാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തരണം എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവുക? രണ്ടുപേരുടേതുമാണ് കച്ചവടം. ലാഭത്തിൽ പങ്കാളികളാകുന്നത് പോലെ നഷ്ടത്തിലും പങ്കാളികളാകും. അത് സ്വാഭാവികമാണ്. നഷ്ടം നടത്തുന്നവന്റെ മാത്രം, ലാഭം ഇയാൾക്ക് കൂടി അവകാശപ്പെട്ടത് എന്ന രീതിയല്ല. അതുകൊണ്ട് കച്ചവടം നഷ്ടം വന്നാൽ ഞാൻ ഇറക്കിയ പൈസ എനിക്ക് തിരിച്ചു തരണമെന്ന് പറയാൻ, അതിൽ എന്താ പറയാ, നിക്ഷേപിച്ച ആൾക്ക് പറയാൻ കഴിയില്ല. അത് ഇസ്ലാമികമായ കച്ചവടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ സങ്കടകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ചില പള്ളി കമ്മിറ്റിക്കാരെടുത്തും ചില മദ്രസ കമ്മിറ്റിക്കാരെടുത്തും ചില ആളുകളെടുത്തു വരെ ഇങ്ങനത്തെ മതപരമായ സംവിധാനങ്ങളിൽ വരെ ചിലപ്പോൾ കുറച്ച് പൈസ അധികം വരും. എന്തെങ്കിലുമൊക്കെ വഴികളിലൂടെ വന്ന ആളുകൾ സംഭാവനകൾ അല്ലെങ്കിൽ പല വഴികളിലൂടെ വന്ന പൈസ ഒരു 5 ലക്ഷം പള്ളി കമ്മിറ്റിയിലുണ്ട്, നമുക്ക് ഏതെങ്കിലും ആളുകൾക്ക് കച്ചവടത്തിന് കൊടുക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മാസാമാസം നിശ്ചിത വിഹിതം പലിശ വാങ്ങുന്ന ആളുകളായി പള്ളി കമ്മിറ്റിക്കാർ മാറുന്നു, മദ്രസ കമ്മിറ്റിക്കാർ മാറുന്നു. നമ്മുടെ നാട്ടിൽ പലയിടത്തും കാണാൻ പറ്റും. ഇത് ഇസ്ലാമികമായ കച്ചവടമല്ല. ലാഭമുണ്ടാകുന്നത് പോലെ നഷ്ടവുമുണ്ട്. അതിന് തിരിച്ചുണ്ട്. എന്താ തിരിച്ചുണ്ട്? ഒരാൾ 10 ലക്ഷം രൂപ ഒരാൾക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി കൊടുത്തു. അയാള് അതിന്റെ കണക്കാക്കി, ലാഭം കണക്കാക്കി തന്നെ കൊടുത്തോണ്ടിരുന്നിരുന്നു. 5 കൊല്ലം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്, എന്റെ തുക തിരിച്ചു തരണം. അപ്പൊ അതേ കൊടുത്ത പൈസ തന്നെയാണോ തിരിച്ചു കൊടുക്കേണ്ടത്? 5 കൊല്ലം മുമ്പ് അയാളുടെ ആകെ സമ്പത്ത് ഉണ്ടായിരുന്നതിന്റെ അതിന്റെ ഉള്ളിൽ നിന്ന് 50 ലക്ഷമായിരുന്നു. 10 കൊല്ലം കഴിഞ്ഞപ്പോ 5 കൊല്ലം കഴിഞ്ഞപ്പോ അത് 1 കോടിയായിട്ടുണ്ട്. അപ്പൊ അന്ന് കൊടുത്ത 10 ലക്ഷമായിരിക്കുമോ അയാളുടെ പണത്തിന്റെ മൂല്യം എന്ന് പറയുന്നത്? കച്ചവടത്തിലുണ്ടായ വളർച്ചയുടെ ആനുപാതികമായി അയാൾ നടത്തുന്നവന്റെ മാത്രം മൂലധനമല്ലല്ലോ വർദ്ധിക്കുന്നത്, ഇയാളുടെ മൂലധനവും വർദ്ധിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ വളർച്ചക്കാനുപാതികമായ തുക തിരിച്ചു കൊടുക്കണം. അതൊന്നും പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കാറില്ല. ഇതെന്തറിയോ, ഒരു വ്യാപകമായി ആളുകൾ ഇങ്ങനെ വ്യക്തിപരമായി സംസാരിക്കും. ഇങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ പൈസ കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെ വാങ്ങാൻ പറ്റുമോ? അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഒന്ന് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. നമുക്ക് 2 തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കച്ചവടത്തിൽ എല്ലാ നിലക്കും പങ്കാളികളാകും. നടത്തിപ്പിൽ പങ്കാളികളാകും, പണത്തിലും പങ്കാളിയാകും. ചിലപ്പോൾ നടത്തിപ്പിൽ പങ്കാളിത്തം ഉണ്ടാവില്ല. നടത്തിപ്പിൽ പങ്കാളിത്തില്ല, പണം മാത്രം കൊടുക്കും. അല്ലെ, മുദാറബ എന്നാണ് ഇസ്ലാമിക ഭാഷയിൽ, ഫിഖഹിന്റെ ഭാഷയിൽ ആ കച്ചവടത്തിന് പറയാം. എന്താ, പണം ഇൻവെസ്റ്റ് ചെയ്യും, അയാൾ മാറി നിൽക്കും, കച്ചവടം നടത്തുന്ന ഒരാളായിരിക്കും. അയാൾ നേരത്തെ കരാർ അനുസരിച്ചുള്ള എത്ര ശതമാനമാണോ അയാളുടെ നിക്ഷേപം, അതിനനുസരിച്ചുള്ള ലാഭങ്ങൾ കൊടുക്കും. ഇത് കുറെ കാലം കഴിഞ്ഞിട്ട് ഈ കച്ചവടം നടത്തുന്ന ആളിങ്ങനെ ചിന്തിക്കാം, ഞാൻ എന്തിനാ ഇങ്ങനെ അധ്വാനിച്ചു എനിക്ക് ലാഭം കൊടുക്കുന്നത്, ഞാൻ ഇങ്ങനെ അധ്വാനിച്ചുണ്ടാക്കി. നേരത്തെ കൊടുത്ത നിബന്ധന എന്തായിരുന്നു? കച്ചവടം രണ്ടുപേരും പരസ്പരം പങ്കാളികളാകുമ്പോഴുള്ള നിബന്ധന എന്തായിരുന്നു? ഞാൻ പണമാണ് തരിക, നീ കച്ചവടം നടത്തേണ്ടത് നീയാണ്, അതിന്റെ ഇന്ന വിഹിതമാണ് എനിക്ക് തരേണ്ടത്. അൽ മുസ്ലിമൂന അലാ ശുറൂതിഹിം. പരസ്പരം ഒരു ധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ നിർബന്ധമാണ്. അപ്പോ ആ അമാനത്ത് മറക്കും, ആ ഷർത്തുകൾ മറക്കും, ആ നിബന്ധനകൾ മറക്കും. എന്നിട്ട് മറ്റോനെ പറ്റിച്ച് കട മുഴുവൻ സ്വന്തമാക്കി എടുക്കും. ഇങ്ങനത്തെ പല ജാതി തട്ടിപ്പുകളും തരികിടകളും കച്ചവട രംഗത്ത് കാണാറുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലേക്ക് വരുന്ന സമ്പത്ത് അത് ഹലാലായതായിരിക്കണം. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ആ ജോലി കൂലി വാങ്ങുന്നതിനുള്ള ജോലി ചെയ്യുക എന്നുള്ളതും നമ്മുടെ സമ്പത്ത് ഹലാലാകാനുള്ള മാർഗമാണ്. നമ്മുടെ സമ്പത്ത് ഹലാലാകാനുള്ള മാർഗമാണ്. അല്ലെ, മുതലാളി കാണുമ്പോ സജീവമാവുക, ഉടമസ്ഥൻ മാറി നിൽക്കുമ്പോ എന്താ ആളെ പറ്റിക്കുക എന്ന രീതി ശരിയല്ല. പലപ്പോഴും ഈ പള്ളിയിൽ ഒത്തുകൂടുന്ന ധാരാളം ആളുകൾ ഈ നിലക്ക് ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ സ്വയം ചിന്തിക്കണം. ഞാൻ വാങ്ങുന്ന ശമ്പളത്തിന് ആ ശമ്പളത്തോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം. വെക്കേഷൻ കാലമായതുകൊണ്ട് കുട്ടികൾ നമ്മുടെ സദസ്സിലുണ്ട്, പള്ളിയിലുണ്ട്. കുട്ടികളും ചിന്തിക്കണം. ഭാവിയെ സംബന്ധിച്ചിടത്തോളം ജോലിയെ കുറിച്ച്
ചിന്തിക്കുമ്പോ ഞാൻ കുറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പൊ ഈ എന്താ പറയാ, പിന്നെ ഫുഡ് ടെക്നോളജി, ഹോട്ടൽ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ കോഴ്സുകളിൽ വ്യാപകമായി കുട്ടികൾ ചേരുന്നുണ്ട്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പലപ്പോഴും ഈ ജോലിയൊക്കെ, ഈ പഠനമൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്യുന്നത് എവിടെയാണ്? ബാറുകളിൽ പോയി ജോലി ചെയ്യുന്നു. ബാറുകളിൽ പോയി ജോലി ചെയ്യുന്നു. അനുവദനീയമല്ലാത്ത കച്ചവടം നടത്തുന്നു. അത്തരം മേഖലകൾ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇടപെടുന്ന ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഒറ്റ ഉദാഹരണം. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഞാൻ എടുക്കുന്ന കോഴ്സ് പൂർത്തിയാകുമ്പോ എനിക്ക് അനിസ്ലാമികമായ മേഖലയിൽ ജോലി ചെയ്യുന്നു, അത് മാത്രമാണോ ഇതിന്റെ ഒരു ഭാവി എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. അതല്ലാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ആ ജോലി, ആ വിഷയം പഠനം നടത്താം. അതല്ല, ഈ വിഷയം പഠിച്ചാൽ അത് അനിസ്ലാമികമായ മേഖലയിൽ മാത്രമേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരം കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് അന്വേഷിക്കേണ്ടിടത്ത് അന്വേഷിച്ച് കോഴ്സ് എടുക്കുമ്പോ ചോദിക്കേണ്ടിടത്ത് ചോദിച്ച് ഇതാ റിസൾട്ടുകൾ വരാൻ പോവാണ്. കുട്ടികൾ പഠനത്തെ കുറിച്ച് ഇപ്പൊ തന്നെ ഒരുപാട് തരത്തിലുള്ള കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നടക്കുന്നു. വളരെ ഗൗരവപൂർവ്വം അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പോക്കറ്റിലേക്ക് ഒരു നാണയത്തുട്ട് പോലും കടന്നു വരാൻ പാടില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം, ഒരു വിവാഹ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ച് കൈ കഴുകുമ്പോൾ ഒരാൾ ഞാൻ നേരിട്ട് കണ്ട ഒരാൾ പറഞ്ഞു, കൈ കഴുകുമ്പോ ആ ഒരാള് മറ്റൊരാൾ പറഞ്ഞാൽ നിങ്ങളൊക്കെ വർഷങ്ങളായി നിങ്ങൾ അന്വേഷിക്കണം, വർഷങ്ങളായി നിങ്ങൾ അന്വേഷിക്കണം. എന്താ കാര്യം? ഞാനും നിങ്ങളും തമ്മിൽ വളരെ മുമ്പ് ഒരു ഇടപാട് നടത്തിയിരുന്നു. അന്ന് ഞാൻ നിങ്ങൾക്ക് 1 രൂപ ബാക്കി തരാനുണ്ടായിരുന്നു. ഞാൻ എന്റെ പേഴ്സിൽ ആ 1 രൂപ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇത് നിങ്ങളുടേതാണ്. വർഷങ്ങൾ കഴിഞ്ഞാൽ 1 രൂപ തിരിച്ചു കൊടുക്കാം. സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിക്കുന്നവർ ലോകത്തുണ്ട്. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അതാണ്, തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ ജീവിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പള്ളിയിലേക്കുള്ളതാണ്, പള്ളി പരിപാലനത്തിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ. എല്ലാവരും മനസ്സറിഞ്ഞ് ആ വിഷയത്തിൽ ഇടപെടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ജീവിതം എന്നുള്ളത് വളരെ നിസ്സാരമാണ്. പിന്നെ കുറച്ചു കാലത്തേക്ക് മാത്രമാണ് ഭൂമി ലോകത്ത് നമുക്ക് അള്ളാഹു അവധി നൽകിയിട്ടുള്ളത്. നമുക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് ആ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ജീവിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ആ പരലോകത്തെ കുറിച്ച് ചിന്തിക്കാതെ വരുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി അലി റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിമയുടെ മകൻ സക്കാത്ത് മുതലിൽ നിന്നൊരു ഈത്തപ്പഴം വായിലേക്കിട്ട സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ കൈയിട്ട് മോനെ പുറത്തു തുപ്പ്. നബിക്കും കുടുംബത്തിനും സക്കാത്തോ സദഖയോ പിന്നെ സക്കാത്ത് അനുവദനീയമല്ല, ഇത് സക്കാത്തിൽപ്പെട്ടതാണ്, ഇത് നമുക്ക് അനുവദനീയമല്ലെന്ന് പറഞ്ഞു ഒരു ഈത്തപ്പഴം, ഒരു കാരക്ക അല്ലാഹു റസൂല് പുറത്തേക്കെടുത്തു എന്ന് പറയുന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതാണ് സൂക്ഷ്മത. സാമ്പത്തിക രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധേയത, സാമ്പത്തിക രംഗത്ത് നമ്മൾ കാണിക്കേണ്ട ശ്രദ്ധേയത. നിങ്ങൾ നോക്കൂ, ബൈറുഹ തോട്ടം അബൂ തൽഹ റളിയല്ലാഹു അൻഹു ദാനം ചെയ്തു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ നബി പറഞ്ഞു, ഞാനത് നബിക്ക് തരുന്നു. നബി പറഞ്ഞു, നിന്റെ കുടുംബക്കാർക്ക് വീതിച്ചു കൊടുത്തു. ബൈറുഹ തോട്ടം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർക്ക് വീതിച്ചു കൊടുത്ത് നബിയോടത് പറഞ്ഞതിന് ശേഷം നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയും ആ 700ഓളം ഈത്തപ്പനകളുള്ള ഈത്തപ്പനത്തോട്ടത്തിൽ കാരക്കിനെ പെറുക്കിക്കൊണ്ടിരിക്കുക. കുട്ടി അത് കഴിച്ചുകൊണ്ടിരിക്കുക. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഭാര്യയെ ഉറക്കെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, ഇത് ഞാൻ സ്വതക്ക കൊടുത്തു കഴിഞ്ഞതാണ്, ഇനി നമുക്കതിലെ ഈത്തപ്പഴം കാരക്ക അനുവദനീയമല്ല. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ കാരക്കച്ചീള് പുറത്തേക്ക് കളഞ്ഞിട്ട് പറഞ്ഞു, ഇത് നമുക്ക് അനുവദനീയമല്ല. ഇതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. ആ നിലക്ക് ജീവിക്കാനാണ് നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടത്. പ്രവാചകന്റെ ഒരു ഹദീസ്, ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിൻ സുഹദ്
ഹറാമിൽ നിന്ന് മുളച്ചുണ്ടായ കിളിർത്തുണ്ടായ ഒരു ശരീരവും സ്വർഗത്തിൽ പോവുകയില്ല. അന്നാറു ഔലാ ബിഹി, നരകമാണ് അതിനേറ്റവും അർഹിച്ചത് എന്ന ആ വാചകം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കേണ്ടതുണ്ട്. അബദ്ധങ്ങൾ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, സ്വതക്കകൾ വർദ്ധിപ്പിക്കണം. 2, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. പാപങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്നവൻ, തൗബ ചെയ്തു മടങ്ങുന്നവൻ തെറ്റു ചെയ്യാത്തവനെ പോലെയാണെന്നാണ് ഹദീസ്. അള്ളാഹു നമ്മുടെ വീഴ്ചകൾ പുറത്തു തരികയും സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ ആളുകളുടെയും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവർക്ക് അള്ളാഹു കരുണയും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.